ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് PBSലെ പ്രൊഫഷണലിസം എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് പ്രൊഫഷണലിസം? നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളെ കാണാറുണ്ടല്ലോ. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ലോയേഴ്സ് ആയിക്കോട്ടെ, ഷെഫ് ആയിക്കോട്ടെ, ബ്യൂട്ടീഷ്യൻ ആയിക്കോട്ടെ. അവരിൽ ചിലവരൊക്കെ നമ്മൾ പറയാറുണ്ട് പ്രൊഫഷണലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അവർ നല്ല പ്രൊഫഷണലായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ പ്രൊഫഷണലിസം ഉള്ള ആളുകളെയാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രൊഫഷണലിസം? ഒരാൾ വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെ ആ ബിഹേവിയർ യൂസ് ചെയ്യുന്നു, വർക്ക് പ്ലേസിലുള്ള ഒരാളുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് പ്രൊഫഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമ്മൺസ് ഇൻഹെറൻറ്റ് എബിലിറ്റി ടു ഡു ദെയർ വർക്ക് ഇൻ എ പോസിറ്റീവ് വേ. ജോലി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അത് പോസിറ്റീവ് വേയിൽ സ്വന്തമായിട്ടും അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനും അതെങ്ങനെ പോസിറ്റീവാക്കി എടുക്കുന്നു, അവിടെയാണ് പ്രൊഫഷണലിസം വരുന്നത്. അതിനുള്ള കഴിവുള്ള ആളുകളെയാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ജോലി എത്ര പക്വമായിട്ട് നല്ല വൃത്തിയായിട്ട് ആ ജോലി എങ്ങനെ പോസിറ്റീവ് വേയിൽ ചെയ്തെടുക്കാം, വർക്ക് പ്ലേസിൽ എങ്ങനെ നന്നായിട്ട് ബിഹേവ് ചെയ്യാം, അതിനെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഫഷണൽസ് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ പ്രൊഫഷണൽസായിട്ട് മാറുന്നവരല്ല. അവർക്ക് എക്സ്പേർട്ടൈസും എക്സ്പീരിയൻസും അവരുടെ ആ നോളജും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പ്രൊഫഷണൽസായിട്ട് മാറുന്നത്. ഒരാളും ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അന്ന് മുതലേ പ്രൊഫഷണൽസ് അല്ല, അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലൂടെയും അവർ നേടിയെടുക്കുന്നതാണ് പ്രൊഫഷണലിസം. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ടൊരാളാണെങ്കിൽ, ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ട് രീതിയിലുള്ള സ്കിൽസ് മസ്റ്റായിട്ട് അദ്ദേഹം നേടിയിരിക്കണം. അത് അയാളുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാനും ആ പ്രൊഫഷണലിസം മുന്നോട്ട് കീപ്പ് ചെയ്യാനും ഈ രണ്ട് സ്കിൽസും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ആ സ്കിൽസിനെ കുറിച്ചാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്, ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും. ഓക്കെ, അപ്പോൾ എന്താണ് ഹാർഡ് സ്കിൽ, എന്താണ് സോഫ്റ്റ് സ്കിൽ എന്നൊക്കെ എപ്പോഴും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഹാർഡ് സ്കിൽസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ജോലി ചെയ്യണം, ജോലിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം, അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കഴിവിനെയാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈപ്പിംഗ് സ്പീഡ് വേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ ടൈപ്പിംഗ് സ്പീഡില്ലാത്ത ആൾ എന്ത് ചെയ്യും? ടൈപ്പിംഗ് പഠിക്കും, ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാക്കിയെടുക്കും. ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ അറിയാത്ത ഒരാളാണ്, അപ്പോൾ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാക്കിയെടുക്കുന്നു. ഏതെങ്കിലും ഡിഗ്രീസോ ഡിപ്ലോമാസോ ഏതെങ്കിലും കോഴ്സ് സർട്ടിഫിക്കറ്റ്സ് വേണ്ടി വരുമായിരിക്കും, അപ്പോൾ അതുണ്ടാക്കിയെടുക്കും. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, ജോലിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന സ്കിൽസിനെയാണ് ഹാർഡ് സ്കിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാർഡ് സ്കിൽസ് നമുക്ക് നേടിയെടുത്തേ പറ്റൂ. ഒരു ജോലിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്, പ്രൊമോഷൻ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏത് സ്കില്ലാണോ നമ്മൾ ലാക്ക് ചെയ്യുന്നത് ആ സ്കിൽ നമ്മൾ നേടിയെടുത്തേ പറ്റൂ. ആ ജോലിയുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നേടിയെടുക്കുന്ന അക്വയർ ചെയ്യുന്ന സ്കിൽസിനെയാണ് നമ്മൾ ഹാർഡ് സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ GST അറിയാത്ത ഒരാൾ GST പഠിക്കുന്നു, ടാക്സ് അറിയാത്ത ഒരാൾ ടാക്സ് പഠിക്കുന്നു. ഇതൊക്കെ ഹാർഡ് സ്കിൽസിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സോഫ്റ്റ് സ്കിൽസ്? സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇൻഹെറൻ്റായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്കില്ലാണ് സോഫ്റ്റ് സ്കിൽസ്. ബൈ ബർത്ത്, ബൈ വെർച്യു നമുക്കുള്ള കുറേ സ്കിൽസുകളുണ്ടാവും. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ വന്ന കൾച്ചറിൽ നിന്നും നമ്മുടെ ജീനിൽ നിന്നും ഒക്കെ നമുക്കുള്ള സ്കിൽസാണ് സോഫ്റ്റ് സ്കില്ല്. ചില ആളുകൾ നന്നായിട്ട് സംസാരിക്കുമായിരിക്കും, ചില ആളുകൾക്ക് നല്ല ക്ഷമയുണ്ടാവും, ചില ആൾക്കാർ നല്ല ലിസണിങ് ക്വാളിറ്റീസ് ഉണ്ടാവും, ചില ആളുകൾ നല്ല പക്വമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാനും പക്വതയായിട്ട് സംസാരിക്കാൻ അറിയുന്നവരുണ്ടാവും. ഇതെല്ലാം സോഫ്റ്റ് സ്കില്ലാണ്. ഇതൊരിക്കലും ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മുടെ ലൈഫ് ലോങ്, നമുക്ക് എത്ര ലൈഫ് മുന്നോട്ടുണ്ടോ, നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മുടെ ഉള്ളിലുള്ളതാണ്. നമ്മൾ വളരുന്നതിൻ്റെ കൂടെ നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നമ്മളിത് കൂടെ കൂട്ടി ലാസ്റ്റ് നമ്മുടെ മൊമെൻ്റ് എവിടെയാണോ അവിടെ വരെ നമ്മുടെ കൂടെയുള്ള സ്കില്ലുകളാണ് സോഫ്റ്റ് സ്കില്ല്. ഓക്കെ, അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഒന്ന് നമ്മൾ നേടിയെടുക്കുന്നത് ജോബിന് വേണ്ടിയിട്ടാണ്, മറ്റേത് നമ്മൾ ലൈഫിലോ നമ്മുടെ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്, ഡിഫറെൻറ്റ് സ്കിൽസ്. ഹാർഡ് സ്കിൽസ് എന്താ, സോഫ്റ്റ് സ്കിൽസിൻ്റെ എക്സാമ്പിൾസാണ് കൊടുത്തിരിക്കുന്നത്. ചില ലാംഗ്വേജസ് നേടിയെടുക്കുന്നു, ഡിഗ്രീസ് നേടിയെടുക്കുന്നു, അക്കൗണ്ടിങ് കോഴ്സുകൾ ചെയ്യുന്നു, പുതിയ ടെക്നിക്സ് പഠിക്കുന്നു, അതെല്ലാം ഹാർഡ് സ്കിൽസിലാണ് വരുന്നത്. സോഫ്റ്റ് സ്കിൽസ് പറയുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, നമ്മൾ ഫ്ലെക്സിബിൾ ആവുന്നു, സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നു, ടീം വർക്ക്, ടീമിനോട് നല്ല എമ്പത്തി ആയിട്ട് നല്ല സിമ്പത്തിയിലൂടെ എമ്പത്തി കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഒരു ബേസിക് ആയിട്ടൊരു മനുഷ്യൻ്റെ ക്വാളിറ്റീസിൽ വരുന്നതാണ് സോഫ്റ്റ് സ്കിൽസ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ. ഹാർഡ് സ്കിൽസ് ആർ റിലേറ്റഡ് ടു ജോബ്സ് ദേ വാണ്ട് ടു ഡു ആൻഡ് വാണ്ട് ടു ഇംപ്രൂവ്. അതാണ് ഹാർഡ് സ്കിൽസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്കിൽസ് മെയിനായിട്ട് ഒരു പ്രൊഫഷണലിന് ഉണ്ടായിരിക്കും. ഇതൊരിക്കലും സ്റ്റോപ്പ് ആവില്ല, ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ഹാർഡ് സ്കില്ലാണെച്ചാലും കൂട്ടിക്കൊണ്ടിരിക്കും, സോഫ്റ്റ് സ്കില്ലാണെച്ചാലും അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടേയിരിക്കണം.
അപ്പോൾ ബേസിക്കായിട്ട് ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും പറയുകയാണെങ്കിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഇങ്ങനെയായിരിക്കാം, എന്തൊക്കെ സ്കിൽസാണ് ഒരു പ്രൊഫഷണൽസിന് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും ഒക്കെ ചേർത്തിട്ടാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വേണം, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് വേണം, ലീഡർഷിപ്പുകൾ വേണം, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ് വേണം, സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള കഴിവ് വേണം, ടീം വർക്ക് വേണം. ഈ സ്കില്ലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മാത്രം പോരാ, അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തെ നമുക്ക് പ്രൊഫഷണൽ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊഫഷണലിസം എന്താ എന്നുള്ള മീനിങ്. പ്രൊഫഷണലിസം എന്ന് പറയുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ജോലി ചെയ്യാനുള്ള കഴിവാണ്. അതിനുവേണ്ടി അയാൾ എന്തൊക്കെ കഴിവുകൾ നേടിയെടുക്കണം, എന്തൊക്കെ സ്കിൽസ് നേടിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഹാർഡ് സ്കിൽസും ഉണ്ട്, സോഫ്റ്റ് സ്കിൽസും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് എക്സാമിന് അത് ചോദിക്കുന്നത് അതിനനുസരിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് സ്ലൈഡിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, പ്രൊഫഷണൽ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഈ കോട്ടും സ്യൂട്ടും ഇട്ട ആളുകൾ മാത്രമല്ല പ്രൊഫഷണൽസ്. ഏത് മേഖലയിലിരിക്കുന്ന ജോലിക്കാരായിക്കോട്ടെ, അവരവരുടെ ജോലി അത്രയും പോസിറ്റീവായിട്ട് ചെയ്യാൻ, അത്രയും വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ നമുക്ക് പ്രൊഫഷണൽസ് എന്ന് പറയാനായിട്ട് പറ്റും. ചിലപ്പോൾ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്ന ആളായിരിക്കും, കെട്ടിടം നന്നായിട്ട് തേക്കാൻ നല്ല രീതിയിൽ അതിന് ഫിനിഷിങ് ചെയ്ത് കൊടുത്ത് വൃത്തിയായി ചെയ്യാൻ അറിയുന്ന ആളെ നമുക്ക് പ്രൊഫഷണൽസ് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അയാൾ നേടിയെടുത്തിട്ടുണ്ടാവാം, അതിനുള്ള എന്തൊക്കെ സ്കിൽസാണ് വെച്ചാൽ നേടിയിട്ടുണ്ടാവാം, അതിലയാൾക്ക് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടാവാം, അത് എക്സ്പേർട്ടൈസ് വന്നിട്ടുണ്ടാവും, തെറ്റുകൾ വന്നപ്പോൾ തിരുത്തിയിട്ടുണ്ടാവും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ഈ പ്രൊഫഷണലായിട്ട് ആളുകൾ എപ്പോഴും ഒരിക്കലും സ്റ്റോപ്പാവില്ല. അവരവരുടെ നോളജ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അവർക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു മടിയില്ലാത്ത ആളുകളായിരിക്കും. എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് കൊടുക്കുന്ന ആളുകളായിരിക്കും പ്രൊഫഷണൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അതിനുള്ള ക്വാളിറ്റി, അതിനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ പ്രൊഫഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക്